ജർമ്മനി ആൻഡ് ഫ്രീ എഡ്യൂക്കേഷൻ. ഈ ജർമ്മനീൻ്റെ ഫ്രീ എഡ്യൂക്കേഷനെ പറ്റിയിട്ട് ഒരുപാട് ആഡുകൾ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അവിടുത്തെ പബ്ലിക് യൂണിവേഴ്സിറ്റീസിൽ ഫ്രീ എഡ്യൂക്കേഷനാണ്, ഒറ്റ ഫീസ് പോലും കൊടുക്കണ്ട എന്നുള്ള തരത്തിലുള്ള ഒരുപാട് ആഡുകൾ ഞങ്ങളടക്കമുള്ള സ്റ്റഡി അബ്രോഡുകാരൊക്കെ മാർക്കറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ട് വിചാരിക്കും, ഇതിനും മാത്രം ഫ്രീ എഡ്യൂക്കേഷന് സീറ്റൊക്കെ ജർമ്മനിയിലുണ്ടോ, ഉമ്മാരെന്താ സീറ്റ് ഇങ്ങനെ അട്ടപ്പുറത്ത് എടുത്തു വെച്ചിരിക്കുകയാണോ എന്ന് തോന്നിപ്പോവും. എന്താണ് ഇതിൻ്റെ യാഥാർത്ഥ്യം? ഇതിനെല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുമോ? ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റുമോ? ഞാൻ പറഞ്ഞുതരാം. ജർമ്മനിയിൽ 2 ടൈപ്പ് യൂണിവേഴ്സിറ്റീസ് ആണല്ലോ. ഒന്ന് പബ്ലിക് യൂണിവേഴ്സിറ്റി. പബ്ലിക് യൂണിവേഴ്സിറ്റി എന്ന് വെച്ചാൽ നമ്മുടെ ഗവൺമെൻറ് യൂണിവേഴ്സിറ്റികൾക്കൊക്കെ ഇക്വലൻ്റ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ്. പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ പിന്നെ പ്രൈവറ്റ് തന്നെ. ഈ ഫ്രീ എഡ്യൂക്കേഷൻ കൊടുക്കുന്നത് പബ്ലിക് യൂണിവേഴ്സിറ്റീസിലാണ്. അത് ജർമ്മൻകാരായിട്ടുള്ള കുട്ടികൾക്ക് മാത്രമല്ല, ഇന്ത്യക്കാരടക്കമുള്ള ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിനും അവർ ഫ്രീ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. പക്ഷേ ഈ +2 കഴിഞ്ഞിട്ട് നിങ്ങൾ നേരിട്ട് ഒരു ജർമ്മൻ യൂണിവേഴ്സിറ്റിയിൽ കയറി ചെന്നാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. കാരണം അവിടെ ബാച്ചിലേഴ്സ് കോഴ്സുകൾ ജർമ്മൻ ലാംഗ്വേജിലാണ് പഠിപ്പിക്കുന്നത്. ഈ B1 B2 എന്നൊക്കെ പോലത്തെ ചില ലാംഗ്വേജ് ടെസ്റ്റുകളെ പറ്റിയിട്ട് നിങ്ങൾ കേട്ട് കാണും. ജർമ്മൻ പ്രൊഫഷൻസീനെ അളക്കുന്ന ചില ലാംഗ്വേജ് ടെസ്റ്റുകളാണ്. ഇത് പാസ്സായവർക്കാണ് ജർമ്മൻ പബ്ലിക് യൂണിവേഴ്സിറ്റീസിൽ ബാച്ചിലേഴ്സ് ചെയ്യാൻ പറ്റുക. പക്ഷെ നിങ്ങൾ ഡിഗ്രി കഴിഞ്ഞിട്ട് മാസ്റ്റേഴ്സ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്നും ബാധകമല്ല. കാരണം ജർമ്മൻ പബ്ലിക് യൂണിവേഴ്സിറ്റീസിൽ മാസ്റ്റേഴ്സിൽ ഫ്രീ എഡ്യൂക്കേഷൻ മാത്രമല്ല, നിങ്ങൾക്ക് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കേണ്ട ആവശ്യമില്ല. എന്ന് വെച്ചാൽ B1 B2 പോലത്തെ എക്സാമിനേഷൻസ് നിങ്ങൾ പാസ്സാവണ്ട. അപ്പോൾ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാതെ തന്നെ നിങ്ങൾക്ക് ഫ്രീ എഡ്യൂക്കേഷൻ അവിടെ കിട്ടും. പക്ഷേ ഡിഗ്രി പഠിക്കാൻ പോകുന്നവർ നിരാശപ്പെടേണ്ട. കാരണം നിങ്ങൾക്ക് ജർമ്മനിയിൽ ജർമ്മൻ പഠിക്കാതെ തന്നെ ഡിഗ്രി പഠിക്കാൻ പറ്റുന്ന ചില യൂണിവേഴ്സിറ്റികളുണ്ട്. അത്തരം യൂണിവേഴ്സിറ്റികളെയാണ് ജർമ്മൻ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് എന്ന് പറയുന്നത്. ജർമ്മൻ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസിലെല്ലാം ഇംഗ്ലീഷ് ടോട്ട് പ്രോഗ്രാംസ് ആണ്. അത് ഡിഗ്രിക്ക് മാത്രമല്ല, PGക്കും ഇംഗ്ലീഷ് ടോട്ട് പ്രോഗ്രാംസ് ആണ്. പക്ഷേ ഫ്രീ എഡ്യൂക്കേഷൻ ഉണ്ടാവില്ല, ഫീസ് കൊടുത്തിട്ടാണ് അവിടെ പഠിക്കുക. പക്ഷേ പബ്ലിക് യൂണിവേഴ്സിറ്റീസിൽ ഫ്രീ എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോഴും അത് കംപ്ലീറ്റ്ലി ഫ്രീ ആണെന്ന് തെറ്റിദ്ധരിക്കരുത്. നിങ്ങൾ ചെറിയൊരു ഫീസ് അവിടെ അപ്പോഴും അടയ്ക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അതിനെയാണ് സെമസ്റ്റർ കോൺട്രിബ്യൂഷൻ ഫീസ് എന്ന് പറയുന്നത്. നിങ്ങൾ 60% കൂടുതൽ മാർക്കുള്ള ഒരാളാണെങ്കിൽ, അതായത് നിങ്ങൾ അക്കാഡമിക്കലി കുറച്ചുകൂടി ഒരു ഹയർ പെർഫോമിംഗ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ജർമ്മൻ പബ്ലിക് യൂണിവേഴ്സിറ്റീസിൽ സൗജന്യമായിട്ട് പഠിക്കാനുള്ള ഒരു അവസരമുണ്ട്. ഇനി 60% താഴെ മാർക്കുള്ള ഒരാളാണെങ്കിൽ, ഇഫ് യു ആർ ലക്കി ഇനഫ് ആൻഡ് ഇഫ് യു ആർ ക്വാളിഫൈഡ്, നിങ്ങൾക്ക് 50% സ്കോളർഷിപ്പ് കിട്ടിയിട്ട് ജർമ്മൻ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസിൽ പഠിക്കാം. ഈ ജർമ്മനിയിലെ കോഴ്സുകളെ പറ്റി പറയുകയാണെങ്കിൽ അവിടെ ഏറ്റവും പ്രൊമിനൻ്റ് ആയിട്ടുള്ളൊരു കോഴ്സ് ഏതാണെന്ന് വെച്ചാൽ അത് ഓബിയസ്ലി എഞ്ചിനീയറിംഗ് ആണ്. കാരണം എഞ്ചിനീയറിംഗുമായിട്ട് ബന്ധപ്പെട്ട നിരവധി സ്ഥാപനങ്ങൾ ജർമ്മനിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ ജർമ്മനിക്ക് ഒരു റിച്ച് ആയിട്ടുള്ള ഒരു എഞ്ചിനീയറിംഗ് ഹിസ്റ്ററി ഉണ്ട്. അതുകൊണ്ട് തന്നെ എഞ്ചിനീയറിംഗ് ആണ് അവിടെ ഏറ്റവും പ്രൊമിനൻ്റ് ആയിട്ടുള്ള കോഴ്സ്. ഇതുകൂടാതെ തന്നെ ഇപ്പോൾ AI, ഡാറ്റാ സയൻസ്, റോബോട്ടിക്സ്, ബിസിനസ് റിലേറ്റഡ് കോഴ്സസ്, മാനേജ്മെൻറ്റ് റിലേറ്റഡ് കോഴ്സസ്, ഇതൊക്കെ ജർമ്മനിയിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഇതുവരെ ക്ഷമയോടെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജർമ്മനിയിൽ പഠിക്കാൻ താല്പര്യമുള്ള കോഴ്സ് ഏതാണെന്ന് താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്കൊരു പേഴ്സണൽ പ്രിഫറൻസ് ഉണ്ടാവും, ഇന്ന കൺട്രിയിൽ പഠിക്കണമെന്ന്. അങ്ങനെ പേഴ്സണൽ പ്രിഫറൻസ് ഉള്ള കൺട്രി ഏതാണെന്നും കമൻറ്റിൽ രേഖപ്പെടുത്തുക. പിന്നെ ഞങ്ങൾ ഫോൺ നമ്പറും ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കോൾ us എനി ടൈം. ടിൽ ദെൻ, സീ യു ലേറ്റർ.